ഹായ് ഹലോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചക്കക്കുരുവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയണത്. ചക്കയുടെ സീസണൊക്കെ ഏകദേശം കഴിയാറായി, എന്നാലും നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുവാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും ചക്ക കഴിച്ച ശേഷം ചക്കക്കുരു കളയാറുണ്ട് അല്ലേ? പക്ഷേ ഈ ചെറിയ ചക്കക്കുരുവിൽ ഒളിഞ്ഞിരിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് കേട്ടോ. മിതമായി കഴിച്ചാൽ ലഭിക്കുന്ന ചില ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. നമ്മുടെ അണ്ടിപ്പരിപ്പിനെ പോലെ തന്നെ ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ചക്കക്കുരുവിനുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? കാരണം നമ്മളിത് ഒരുപാട് പാഴാക്കി കളയുന്ന സാധനമാണ്. അതിനൊരു വില കൽപ്പിക്കാറില്ല. കാരണം ഏതൊരു പ്ലാവിൻ്റെ താഴെ പോയി നോക്കിയാലും അത്രയധികം ചക്കക്കുരു ഇങ്ങനെ വീണ് നശിച്ചു പോയിക്കണ കാണാമല്ലേ? പക്ഷേ ഈ ചക്കക്കുരു നിസ്സാരക്കാരനല്ല കേട്ടോ. അപ്പം നമുക്കതിൻ്റെ ആരോഗ്യ ഗുണങ്ങളിലോട്ട് പോവാം കേട്ടോ. ഒന്നാമതായി ചക്കക്കുരുവിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ, അതായത് ഫൈബർ. ഇത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം കുറയ്ക്കാനും സഹായിക്കും. വയറിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് കേട്ടോ. രണ്ടാമതായി ചക്കക്കുരുവിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരകോശങ്ങളുടെ വളർച്ചയ്ക്കും പേശികളുടെ ആരോഗ്യത്തിന് സഹായകമാണ് കേട്ടോ. ഇതിൽ ഇരുമ്പ് ഉള്ളതിനാൽ ഹീമോഗ്ലോബിൻ രൂപപ്പെടാൻ സഹായിക്കുകയും രക്തക്കുറവിൻ്റെ സാധ്യത കുറയ്ക്കാനും സഹായകമാകുകയും ചെയ്യാം. അതുപോലെ തന്നെ വിളർച്ചയൊക്കെ തടയാൻ സഹായിക്കും കേട്ടോ ഇരുമ്പുള്ളതിനാൽ. പൊട്ടാസ്യം അടങ്ങിയതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ. മഗ്നീഷ്യം ഉള്ളതിനാൽ അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്താൻ ഗുണകരമാണ് കേട്ടോ നമ്മുടെ ഈ ചക്കക്കുരു. ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരകോശങ്ങളെ സംരക്ഷിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും കേട്ടോ. ഇതിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. പ്രമേഹം നിയന്ത്രിക്കാൻ നമ്മുടെ ഈ ചക്കക്കുരു സഹായിക്കും കേട്ടോ. ഇതിലെ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിന് ദീർഘനേരം ഊർജം നൽകുന്നു. അതുകൊണ്ട് പെട്ടെന്ന് വിശക്കുന്നതും കുറയ്ക്കും കേട്ടോ. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചക്കക്കുരു എപ്പോഴും നന്നായി വേവിച്ചോ വറുത്തോ മാത്രമേ കഴിക്കാവൂ. അമിതമായി കഴിച്ചാൽ ചിലർക്ക് ഗ്യാസ് അല്ലെങ്കിൽ വയറുവീക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി ചക്കക്കുരു കളയരുത്. ശരിയായ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരു മികച്ച പ്രകൃതിദത്ത ഭക്ഷണമാണ് കേട്ടോ നമ്മുടെ ഈ ചക്കക്കുരു. ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ പലരും ഈ ചക്കക്കുരു കഴിക്കാൻ മടിക്കും കേട്ടോ. പക്ഷെ നല്ല രീതിയിൽ വെളുത്തുള്ളിയൊക്കെ യൂസ് ചെയ്ത ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണിക്കും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നല്ല നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള വീഡിയോസ്, അതുപോലെ കുക്കിംഗ് വീഡിയോസ് എല്ലാം എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.